നമസ്കാരം. പ്രധാന വാർത്തകൾ. യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ക്രിസ്തുമസ് ആഘോഷത്തിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും വർണ്ണാഭമായ ക്രിസ്തുമസ് പരിപാടികൾ. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതിയിൽ ഭരണസമിതി പിരിച്ചുവിട്ട് നടപടി സ്വീകരിക്കാനും ബാങ്ക് ഏറ്റെടുക്കാനും നിർദ്ദേശം നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കരുതലും കൈത്താങ്ങും അദാലത്തിലാണ് മന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയത്. മണ്ണാർക്കാട് താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 393 പരാതികൾ. കുണ്ടൂർക്കുന്നിൽ കെട്ടിട നിർമ്മാണത്തിനിടെ 2ാം നിലയിൽ നിന്നും വീണ് പരിക്കേറ്റ തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. ആറ്റുശ്ശേരി വടക്കേക്കര സ്വദേശി 47-കാരനായ മോഹൻദാസാണ് മരിച്ചത്. പരിക്കേറ്റ തൊഴിലാളിയും ഗുരുതരാവസ്ഥയിൽ. പെരിന്തൽമണ്ണ മാലാപ്പറമ്പിൽ 20 വർഷം മുമ്പ് നടന്ന സ്ത്രീയുടെ കൊലപാതകവും രവീന്ദ്രൻ എന്നയാളുടെ തിരോധാനവും CBI അന്വേഷിക്കണമെന്ന ആവശ്യം. ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സെക്രട്ടറി പത്തത്ത് അബ്ദു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അന്ന് സ്വീകരിച്ച പോലീസ് നടപടി സംശയാസ്പദമെന്നും പരാതി. ലോട്ടറി വിൽപ്പനക്കാർ സൂക്ഷിക്കുക. സമ്മാനാർഹമായ സീരീസ് നമ്പറിൽ വ്യാജമായ ടിക്കറ്റ് ഉണ്ടാക്കി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 5000 രൂപ കവർന്നു. സംഭവം കോട്ടോപ്പാടം 55-ാം മൈലിൽ. താഴേക്കോട്, പുത്തൂർ, ഓങ്ങോട് പ്രദേശത്തെ കരിങ്കൽ കോറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ. കോറി ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ. പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോറിക്ക് മുന്നിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ ലോകം. ആകാശത്തെ മിന്നും താരകങ്ങളെ മണ്ണിൽ ഒരുക്കി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം വിപുലമാണ് ക്രിസ്മസ് ആഘോഷം. തിരുപ്പിറവിയെ വരവേൽക്കാൻ വീടുകളിലും പള്ളികളിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ പരത്തി മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിരന്നു കഴിഞ്ഞിരുന്നു. പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പൂപ്പന്മാരും ക്രിസ്മസ് ട്രീയും കരോൾ ഗാനങ്ങളുമെല്ലാം ആഘോഷങ്ങൾക്ക് നിറം പകരുന്നു. പാപമോചനത്തിനായുള്ള ദൈവപുത്രന്റെ തിരുപ്പിറവിയെ സ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലുമെല്ലാം ഒത്തുകൂടിയാണ് വിശ്വാസികളുടെ ക്രിസ്മസ് ആഘോഷം. പുൽക്കൂടൊരുക്കിയും നക്ഷത്ര വിളക്കുകൾ സ്ഥാപിച്ചും സമ്മാനങ്ങൾ കൈമാറിയും കേക്കുണ്ടാക്കിയുമെല്ലാം ക്രിസ്മസ് മധുരകരമാക്കുന്നു. പുൽക്കൂട് യേശുവിൻ്റെ ജനനസ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്രവിളക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ്. ദൈവപുത്രൻ്റെ പിറവിയെ ആഹ്ലാദവും ഭക്തിയും വിശ്വാസവും ഇഴചേർന്ന ഹൃദയങ്ങളുമായാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ആഘോഷമാക്കി മാറ്റുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. കരുതലും കൈത്താങ്ങും. മണ്ണാർക്കാട് താലൂക്ക് തല അദാലത്തിൽ 393 പരാതികൾ ലഭിച്ചു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. ഓൺലൈനായി 166 പരാതികളും അദാലത്ത് നടന്ന ചൊവ്വാഴ്ച മാത്രം 228 പരാതികളും ലഭിച്ചു. ഓൺലൈനായി ലഭിച്ച 166 പരാതികളിൽ 133 എണ്ണത്തിന് താൽക്കാലിക മറുപടി നൽകി. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ച് അന്തിമ പരിഹാരം ഉണ്ടാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. രോഗികളുള്ള 45 കുടുംബങ്ങൾക്ക് BPL റേഷൻ കാർഡുകൾ നൽകി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രി MP രാജേഷ്, MLA-മാരായ N ഷംസുദ്ദീൻ, K ശാന്തകുമാരി, മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ, KPM സലീം, രാജൻ ആമ്പാടത്ത്, A ഷൗക്കത്ത്, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര എന്നിവർ നേതൃത്വം നൽകി. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതിയിൽ ഭരണസമിതി പിരിച്ചുവിട്ട
നടപടി സ്വീകരിക്കാനും ബാങ്ക് ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ പരാതി പരിഗണിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ നിർദ്ദേശം. ബാങ്കിൽ നിക്ഷേപിച്ച 29 ലക്ഷം രൂപ തിരിച്ചു നൽകുന്നില്ലെന്ന് കാണിച്ചാണ് നിക്ഷേപകൻ അദാലത്തിലെത്തിയത്. മകളുടെ വിവാഹത്തിനായി കരുതിവെച്ച പണമായിരുന്നു. പണം തിരിച്ചു കിട്ടാൻ നടപടി വേണമെന്ന് നിക്ഷേപകൻ ആവശ്യപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ സാർ അത് ആരും അനുബന്ധപ്പെട്ട ആൾക്കാരായില്ല. എല്ലാവരും മടക്കിയാണ് പല പ്രാവശ്യം കല്യാണം അടുത്തിരിക്കുക. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവരെ വിളിച്ചു വരുത്തി ബാങ്കിന്റെ സ്ഥിതി മന്ത്രി ചോദിച്ചു. വായ്പകൾ തിരിച്ചടവില്ലാത്തത് ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിക്ഷേപം തിരിച്ചു നൽകാൻ പണമില്ലെങ്കിൽ ആ ബോർഡിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി ചോദിച്ചു. വായ്പയ്ക്ക് ഈട് നൽകിയ സ്വത്തുക്കൾ ലേലം ചെയ്ത് നിക്ഷേപകരുടെ പണം നൽകണം. ബാങ്ക് വകുപ്പേറ്റെടുത്ത് ലേല നടപടികളുമായി മുന്നോട്ടു പോകാനും ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ബാങ്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ തനിയെ ആളുകൾ വരും, അപ്പോൾ കൊടുക്കാൻ. ഇപ്പോൾ ഈ ഭൂമി ലേലം വെച്ചാൽ ആ ഭൂമി എടുക്കില്ലല്ലോ. അല്ല, സൊസൈറ്റിക്ക് എടുക്കാലോ. അതെടുത്തില്ലെങ്കിൽ അവർ പിരിച്ചു വിടണം. അത് മാത്രമല്ല, അതങ്ങനെയല്ലേ നിങ്ങളവർക്ക് നോട്ടീസ് കൊടുത്തോ? നിങ്ങളെന്തിനാ ബോർഡിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ചെയ്യേണ്ടത്. അവര് ഇത് താല്പര്യം എടുക്കുന്നില്ലെങ്കിൽ ആ ബോർഡിനെ എങ്ങനെ ഇത് കൊണ്ടുപോകും? ജനങ്ങൾക്ക് കിട്ടുന്നത് ബോർഡിന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം പറഞ്ഞില്ലേ? MLA-മാരായ N. ഷംസുദ്ദീൻ, K. ശാന്തകുമാരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പരാതി ചർച്ച ചെയ്തത്. കെട്ടിട നിർമ്മാണത്തിനിടെ 2ാം നിലയിൽ നിന്നും വീണ് പരിക്കേറ്റ തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. മണ്ണർക്കാട് ആറ്റാശ്ശേരി വടക്കേക്കര പുത്തൻവീട്ടിൽ മോഹൻദാസാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കുണ്ടൂർകുന്നിൽ 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്ന് 2 തൊഴിലാളികൾ 26 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. സ്ലാബിന്റെ കല്ലും മണലും ഇവരുടെ മേലേക്ക് പതിച്ചിരുന്നു. കല്ലുകൾ മാറ്റി ഉടൻ തന്നെ ഇരുവരെയും വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വൈകിട്ട് 4:30 പരിക്കേറ്റ മോഹൻദാസ് മരിച്ചു. പരിക്കേറ്റ മറ്റൊരു തൊഴിലാളിയായ തെങ്കര കുലിക്കിളിയാട്ടിൽ വീട്ടിൽ പ്രവീൺ ഗുരുതരാവസ്ഥയിൽ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പെരിന്തൽമണ്ണ മാലാപ്പറമ്പിൽ 20 വർഷം മുമ്പുണ്ടായ സ്ത്രീയുടെ കൊലപാതക കേസും രവീന്ദ്രൻ എന്നയാളുടെ തിരോധാനവും CBI അന്വേഷിക്കണമെന്ന് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സെക്രട്ടറി പത്തത്ത് അബ്ദു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പെരിന്തൽമണ്ണ മാലാപ്പറമ്പിലെ തോട്ടത്തിൽ സ്ത്രീയെ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 20 വർഷം പൂർത്തിയാകുമ്പോഴും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സംശയാസ്പദമാണെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സെക്രട്ടറി P. അബ്ദു വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേസിലെ സാക്ഷി എന്നു പറയപ്പെടുന്ന രവീന്ദ്രൻ എന്നയാളുടെ തിരോധാനവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും പത്തത്ത് അബ്ദു ആവശ്യപ്പെട്ടു. ഈ കൊലക്കേസിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശവം ഈ മാലാർമ്പ് തോട്ടത്തിൽ കുത്തിച്ചാരി നിർത്തിയത് തന്നെ ഈ കേസ് ഒരു കാലത്തും തെളിയിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള. കാരണം ഈ ശവം ഇങ്ങനെ കുത്തിച്ചാരി തല കീഴോട്ടാക്കി ചാരി നിർത്തിയാൽ ശവത്തിന്റെ മുഖം വികൃതമാകും. പിന്നെ രണ്ടാമത്, ഈ കേസ് 28/12/2004 അന്വേഷണം തുടങ്ങിയതാണ്. 20 കൊല്ലം ചെയ്യാൻ പോവുക. ഈ കൊല്ലപ്പെട്ട ഇതിന്റെ മുഴുവൻ തെളിവുകളും ഞാൻ കൊടുത്ത പരാതികളിലുണ്ട്, സാക്ഷി മൊഴികളിലുണ്ട്, രേഖാമൂലമുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ കാര്യത്തില്
പോലീസ് സ്റ്റേഷനിലെ കേസ് ഫയൽ മാത്രം മതി ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ വേണ്ട തെളിവുകൾ അതിനകത്തുണ്ട്. ശവം 2 തവണ വിളിച്ചു കൂടിയിട്ടുണ്ട്. പിന്നെ കൊല്ലപ്പെട്ട രാജ്മോഹിന്റെ മൊഴി കൊല്ലപ്പെട്ട് 98-ാം ദിവസമാണ് മൊഴിയെടുത്തിട്ടുള്ളത്. ഇതൊക്കെ കേസ് ഫയലിലുള്ള ഇത്രയും പ്രമാദമായ തെളിവുകളുള്ള ഈ കേസ് ഇന്നും അനന്തമായി ഒരു ഏജൻസിയും തെളിയിക്കാൻ തയ്യാറാവാതെ നീട്ടിക്കൊണ്ടുപോവുക. അപ്പൊ അക്കാരണത്താൽ ഈ അന്വേഷണത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. ഈ കൊലക്കേസിന്റെ ഈ 2 കേസിന്റെ കൊലക്കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തുകൊണ്ടല്ലാതെ ഇതിന് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. വർഷങ്ങളോളം പരിയാപുരത്ത് താമസിച്ചിരുന്ന കാസർഗോഡ് സ്വദേശിനിയുടെ പേര് പോലും പോലീസ് തിരിച്ചറിയാൻ ശ്രമിക്കാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും കേസ് അട്ടിമറിക്കാനായി ചിലർ രവീന്ദ്രനെ കൊലപ്പെടുത്തിയതാണെന്നും പത്തത്ത് അബ്ദു ആരോപിച്ചു. 2009 പോലീസ് ഈ കേസന്വേഷണം അവസാനിപ്പിച്ചിരുന്നതാണെന്ന് അബ്ദു പറയുന്നു. എന്നാൽ തന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷണം ത്വരിതപ്പെടുത്താൻ 2022 ഉത്തരവിട്ടിരുന്നുവെന്നും 2.5 വർഷമായിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ലെന്നും പി അബ്ദു പറഞ്ഞു. ഡിവൈഎസ്പിയുടെ അന്വേഷണം 3/6/2009 അവസാനിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ മുഴുവൻ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതിനുശേഷമാണ് ഞാൻ കോടതിയിൽ പോയത്. കോടതിയിൽ പോയി കോടതി ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്നും തുടരുകയാണ്. പക്ഷേ ഇന്നേ വരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സാക്ഷിയെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അതിനെ തുടർന്നാണ് ഞാൻ അവസാനം ഇപ്പൊ കഴിഞ്ഞ 2024 ആഗസ്റ്റ് 27 മലപ്പുറം SP-ക്ക് രവീന്ദ്രന്റെ കാര്യം അന്വേഷിക്കണം എന്നാണ് പരാതി കൊടുത്തത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അബ്ദു അറിയിച്ചു. സമ്മാനമുള്ള സീരിയൽ നമ്പർ വ്യാജമായി ഉണ്ടാക്കിയ ലോട്ടറി ടിക്കറ്റ് നൽകി ഭിന്നശേഷിക്കാരനായ ചില്ലറ വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 5000 രൂപ കവർന്നു. കോട്ടപ്പാടം വടശ്ശേരിപ്പുറം സ്വദേശി കണ്ണമ്പുറത്ത് അനീഷിനാണ് പണം നഷ്ടമായത്. ടിക്കറ്റ് വ്യാജമെന്ന് തിരിച്ചറിഞ്ഞത് പാലക്കാട് ട്രഷറിയിൽ എത്തിയപ്പോഴാണ്. 55-ാം മൈലിൽ ദേശീയപാതയോരത്ത് ബോർഡിൽ ടിക്കറ്റ് വെച്ചുള്ള വിൽപ്പനയാണ് അനീഷിന്. 12-ാം തീയതി രാവിലെ മോട്ടോർ സൈക്കിളിലെത്തിയ ആൾ KV 465033 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് നൽകി. പരിശോധിച്ചപ്പോൾ 7-ാം തീയതി നടന്ന നറുക്കെടുപ്പിൽ ഈ നമ്പറിന് 5000 രൂപ സമ്മാനമുണ്ട്. സീലും ടിക്കറ്റിൻ്റെ ബാക്കിൽ കണ്ടു. സംശയമൊന്നും ശ്രദ്ധയിൽപ്പെടാതിരുന്നതിനാൽ തുകയായി 4100 രൂപ നൽകി. ബാക്കി തുകയ്ക്ക് ടിക്കറ്റുകൾ നൽകി. പിന്നീട് അലനല്ലൂരിലെ ഏജന്റിനെ ടിക്കറ്റ് ഏൽപ്പിച്ചു. തുടർന്ന് 14-ാം തീയതി പാലക്കാട് ട്രഷറിയിൽ ടിക്കറ്റ് എത്തിയപ്പോഴാണ് വ്യാജനാണെന്ന വിവരം അറിഞ്ഞതെന്ന് അനീഷ് പറഞ്ഞു. നമ്പർ മാത്രമല്ല, സീലും വ്യാജമാണ്. എനിക്ക് വന്ന ടിക്കറ്റ് ഇതാണ്. ഇതിൽ ഞാൻ അലനല്ലൂർ കൊണ്ടുപോയി കൊടുത്ത് മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ കള്ള ടിക്കറ്റാണെന്ന് അവർ പറഞ്ഞു. അലനല്ലൂരല്ല പറഞ്ഞത്, പാലക്കാട്ടിൽ നിന്ന് ട്രഷറിയിൽ നിന്നാണ് പറഞ്ഞത്. 5000 രൂപ പോയി. അത് 55 ഭീമനാട് റോഡിന് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അല്ല, ഒരു ചെറിയൊരു ബോർഡ് ഇട്ട് അവിടെ ഇരിക്കുകയാണ് റോഡ് സൈഡിൽ. ഭാര്യയും 2 കുട്ടികളും അച്ഛനും അമ്മയുമുള്ള കുടുംബത്തിന്റെ അത്താണിയായ അനീഷ് 9 വർഷമായി ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ലോട്ടറി വിൽപ്പനയിലൂടെയാണ്. ടിക്കറ്റ് വ്യാജനാണെന്ന് കാഴ്ചയിൽ ആർക്കും പറയാൻ കഴിയില്ല. സ്കാൻ ചെയ്തപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് അനീഷിന്റെ സുഹൃത്ത് സതീഷ് പറഞ്ഞു. അപ്പോൾ ആ ടിക്കറ്റ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ കറക്റ്റ് അറിയേണ്ട സ്കാനറിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഇവനറിയില്ലായിരുന്നു. അങ്ങനെ ആ ടിക്കറ്റ് നേരെ പാലക്കാട് ട്രഷറി പോയപ്പോഴാണ് കളർ ടിക്കറ്റാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് പോലും ഇങ്ങനത്തെ സംവിധാനം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു മോശമായ പരിപാടി തോന്നുകയാണ്. വിഷയത്തിൽ അനീഷ് നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. താഴേക്കോട് പഞ്ചായത്തിലെ പുത്തൂർ ഓങ്ങോട് പ്രദേശത്തെ കരിങ്കൽ കോറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ. കോറി ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നുവെന്ന് ആരോപിച്ച് കോറിക്ക് മുന്നിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VP റഷീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാറ പൊട്ടിക്കുന്ന പ്രകമ്പനം മൂലം ഓങ്ങോട് പ്രദേശത്തെ 15ഓളം വീടുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്.
പ്രദേശത്ത് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായെന്ന് VP അബ്ബാസ് പറഞ്ഞു. ഫുള്ള് പിന്നെ ഈ പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്തം ഈ കോറിക്കാരാണ്. എത്രയോ പ്രാവശ്യം പോലീസിലും പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും കലക്ടർക്കും തഹസിൽദാർക്കും ഇനി കൊടുക്കാത്ത ഒരാളുമില്ല. പോലീസ് മേധാവിക്ക് അടക്കം കൊടുത്തു. പക്ഷെ ഇതേവരെ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. നമ്മളെ വീട് പൊളിഞ്ഞു അതല്ലെങ്കിൽ നമ്മൾ ചത്തുപോയോ, ഒരു പട്ടി ചത്തുപോയോ പ്രശ്നമാണ്. പക്ഷെ ഒരാള് പിന്നെ മരിക്കണീനോ അതല്ലെങ്കിൽ ഈ വീട് പൊളിയണീനോ അവർക്ക് പ്രശ്നമില്ല. ആര് പറഞ്ഞാലും ഇവർ കാശ് കൊണ്ടുപോയി മറിച്ചു കൊടുക്കാണ്. നമ്മൾ പോണത് ഓർക്ക് വെറുതെ കിട്ടണാണ്. ഞമ്മക്കത് കിട്ടാനില്ല. അപ്പൊ നമ്മളെ ഭാഗത്തുകാർ തിരിഞ്ഞു നോക്കൂല. പാവങ്ങൾക്ക് ജീവിക്കേണ്ടെന്നായിരിക്കും ഇവിടുത്തെ ഗവൺമെന്റിന്റെ തീരുമാനം. അങ്ങനെ ആയിരിക്കും. അങ്കണവാടി, മദ്രസ, പള്ളി, ഹെൽത്ത് സെന്റർ എന്നിവയ്ക്കും വിള്ളൽ വീണതായി സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. കൂടാതെ ടിപ്പർ ലോറികൾ പോകുമ്പോഴുള്ള പൊടിയും മറ്റും കാരണം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന കോറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി കോറിക്ക് മുന്നിൽ ചൊവ്വാഴ്ച പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സമരം സൂചന മാത്രം. പ്രതിഷേധ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക. കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക. പ്രതിഷേധ സമരം സിന്ദാബാദ്. ഗ്രാമപഞ്ചായത്ത് അംഗം VP റഷീദ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് തുടർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ വയനാട്ടിലെ ചൂരൽമലയിലും മറ്റുമൊക്കെ ഉണ്ടായതുപോലെയുള്ള വലിയ ഭീഷണി ഉണ്ടാകുമോ എന്ന് ആളുകൾ ഭയപ്പെടുകയാണ്. മഴക്കാലത്ത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം റിയാസ് മാടാമ്പാറ, EK സവാദ്, PT ഹൈദരസ് ഹാജി, കരീം പൊന്നേത്ത്, VP അബ്ബാസ്, VP ഗഫൂർ ഹാജി, ഇരിക്കലിക്കൽ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. 35 വർഷം മുന്നെയാണ് കോറി പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തേക്കാൾ വീടുകളുടെ എണ്ണം സമീപത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ പദ്ധതിയിൽ അഴിമതി നടക്കുന്നതായി ആരോപിച്ച് UDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. അംഗങ്ങളായ KK ചന്ദ്രൻ, PK അബ്ദുള്ളക്കുട്ടി, ബിന്ദു പ്രേമൻ, അനിത സന്തോഷ് എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. കുടുംബശ്രീ 2021, 2022, 2022, 2023 സാമ്പത്തിക വർഷത്തിലെ കണക്കെടുപ്പിലാണ് അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാതല കണക്ക് പരിശോധനയിലാണ് 30 ലക്ഷത്തിലേറെ രൂപയുടെ അപാകതകൾ കാണപ്പെട്ടത്. ഇത് വ്യക്തമായ അഴിമതിയാണെന്നാണ് UDF അംഗങ്ങൾ ആരോപിക്കുന്നത്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. 10 ലക്ഷം ഉറുപ്പിയോളം ഒന്നിച്ചുകൊണ്ട് അടയ്ക്കുകയും പലതിൽ നിന്ന് ലോണുകൾ തിരിമറി നടക്കുകയും വ്യാജ റെസീറ്റ് അടച്ച് പൈസ വിൽക്കുകയും അങ്ങനെ വൻ കൊള്ളയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ബോർഡിൽ അത് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ കളിയാക്കിക്കൊണ്ട് അവരത് നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യം കാണുന്നത്. ആ ധാർഷ്ട്യത്തിനെതിരെ ഞങ്ങൾ കരുത്തായി പോരാടും. ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ സമരം, സത്യാഗ്രഹവും പണി നടത്താൻ തയ്യാറായിട്ട് തന്നെ ഉണ്ടാകുന്നത്. 2 മാസത്തിനുള്ളിൽ ഇതിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തയ്യാറാത്തം കൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് അവിടെ നിന്ന് ഒഴിവായി ഇറങ്ങി വന്നതും ബഹിഷ്കരിച്ചതും. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എണ്ണം ഞങ്ങൾ കമ്മിയാണെങ്കിലും ഞങ്ങൾ ഇപ്പം തരുന്ന താക്കീത് കണക്കാക്കി നിങ്ങൾ നിൽക്കേണ്ട, ശക്തമായ സമരം ഉണ്ടാവും, വിജിലൻസ് കൊടുക്കും, ഈ സംഗതി ഞങ്ങൾ പൊളിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് പൂർത്തിയായിട്ടില്ലെന്നും സംസ്ഥാന മിഷന് അയച്ച അന്തിമ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് ജലതരംഗം പദ്ധതി ആരംഭിച്ചു. എല്ലാവരെയും നീന്തൽ പഠിപ്പിച്ച് ദുരന്ത നിവാരണ സേനയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. നഗരസഭാ ചെയർമാൻ P ഷാജി ജലതരംഗം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുളങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് നഗരസഭയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പഠിപ്പിക്കുന്ന ജലതരംഗം പദ്ധതി ആരംഭിച്ചത്. പാതായ്ക്കര, എരവിമംഗലം, കുന്നപ്പള്ളി എന്നിവിടങ്ങളിലുള്ള 3 കുളങ്ങളിലാണ് നീന്തൽ പരിശീലിപ്പിക്കുക. അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും ട്രോമ കെയർ വളണ്ടിയർമാരുമാണ് നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്.
ജലതരംഗം നീന്തൽ പരിശീലന പദ്ധതി കുന്നപ്പള്ളി കളത്തിലക്കരയിലെ കൈതക്കുളത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികളെയും ഘട്ടം ഘട്ടമായി നീന്തൽ പരിശീലിപ്പിച്ച് ദുരന്ത നിവാരണ സേനയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. ട്രോമ കെയർ, സിവിൽ ഡിഫൻസ്, നമ്മുടെ നഗരസഭയിലെ തന്നെ സന്നദ്ധരായിട്ടുള്ള കുറേ വളണ്ടിയർമാരെ ഇതിനുവേണ്ടി സന്നദ്ധരാക്കണം. അപ്പോൾ ദുരന്ത നിവാരണ സേന ഒരു സുസജ്ജമായതൊരു ഒരു സേന നമുക്കുണ്ടാവും. അത് സസ്റ്റൈനബിൾ ആവും. നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒരു സേനയായിരിക്കും. അതിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു ആശയമാണ്, കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതിൽ നിന്നുള്ള ആശയമാണ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ നസീറ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, നെച്ചിയിൽ മൻസൂർ, മുണ്ടുമ്മൽ ഹനീഫ, നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശിവൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി ബാബുരാജൻ, നഗരസഭാ കൗൺസിലർമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ വി യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ ദുരന്ത നിവാരണ നയത്തിന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങളിലൊന്നാണ് നീന്തൽ പരിശീലന പദ്ധതി. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുക. ഘട്ടം ഘട്ടമായി എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നീന്തൽ പരിശീലിപ്പിക്കുന്ന കുളങ്ങളിലെ വെള്ളം അണുബാധമുക്തമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പരിശീലന സമയത്ത് MES പോളിക്ലിനിക്കിന്റെ ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആർട്സ് മത്സരങ്ങളോടെയാണ് 10 ദിവസം നീണ്ടുനിന്ന ബ്ലോക്ക് തല കേരളോത്സവം സമാപിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഹാളിലാണ് സമാപന പരിപാടി നടന്നത്. സമയബന്ധിതമായിട്ട് അവരുടെ കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നു. ഡിസംബർ 1-ന് 2 ഗ്രാമപഞ്ചായത്തുകളുടെ കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ അവർ അവസാനിപ്പിച്ചു. 388 പോയിന്റോടെ കാരാകുറിശി പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. 190 പോയിന്റ് നേടി കടമ്പഴിപ്പുറം 2ാം സ്ഥാനം നേടി. 164 പോയിന്റ് നേടി പൂക്കോട്ടുകാവ് 3ാമതെത്തി. 207 പോയിന്റോടെ കലാകിരീടവും 181 പോയിന്റോടെ കായിക കിരീടവും കാരാകുറിശി നേടി. കലാകിരീടത്തിൽ 2ാം സ്ഥാനം പൂക്കോട്ടുകാവും 3ാം സ്ഥാനം കടമ്പഴിപ്പുറവും കരസ്ഥമാക്കി. കായിക കിരീടം 2ാമത് കടമ്പഴിപ്പുറവും 3ാമത് വെള്ളിനേഴിയുമാണ്. വൈസ് പ്രസിഡന്റ് എം സൈദാലി ചടങ്ങിൽ അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷരായ വി കെ രാധിക, സുമിത, പി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ് കുമാർ, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് അംഗം സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ, ജിഒ അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഈ വർഷം ആദ്യമായി നടന്ന ഇൻക്ലൂസീവ് കായികമേളയിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച പ്രതിഭകളെ ഒറ്റപ്പാലം BRC ആദരിച്ചു. മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി മേഖലയിലെ വിദ്യാർത്ഥികളുടെ കായികശേഷികളെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തവണ ഇൻക്ലൂസീവ് കായികമേള സംഘടിപ്പിച്ചത്. കായികമേളയിൽ പാലക്കാട് ജില്ല 2ാം സ്ഥാനം കൈവരിച്ചിരുന്നു. ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ മാറ്റുരച്ച 20ഓളം പ്രതിഭകളാണ് ആദരം ഏറ്റുവാങ്ങിയത്. ഒറ്റപ്പാലം BRC ഒരുക്കിയ ആദരവ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു മത്സര പരിപാടി സംഘടിപ്പിച്ചത്. അത്തരം ഒരു മത്സര പരിപാടി സംസ്ഥാന തലത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി നടത്തിയപ്പോൾ ഒറ്റപ്പാലത്തെ 20 കുട്ടികൾക്ക് ആ സംസ്ഥാന മീറ്റിന്റെ ഭാഗമായി പങ്കെടുക്കാനായി എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അതുപോലെ തന്നെയുള്ള നേട്ടമാണ് അതിൽ 9 പേർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെഡൽ കൈവരിക്കാനായി എന്നത്. പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വാഭാവികമായും അതിന്റെ തുടർച്ചയിൽ മികവോടെ മുന്നോട്ട് പോകുമ്പോൾ സമ്മാനം ലഭിക്കുക എന്നത് അതിന്റെ ഭാഗമായി വന്നു ചേരുന്നതുമാണ്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ട്രെയിനർമാരായ PM വെങ്കിടേശ്വരൻ, M ബിന്ദു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. BPC കെ പ്രഭാകരൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പി രജിത നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ക്രിസ്തുമസ് കരോൾ സംഘത്തിന്റെ അവതരണവും ക്രിസ്തുമസ് ആഘോഷവും നടന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാനസികോല്ലാസം സമ്മാനിക്കുന്നതിനായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. 80ഓളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായി പങ്കെടുത്തത്. ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ധാരാളം കലാപരിപാടികളിൽ വളരെ ആവേശത്തോടെ അവർ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഹൃദയങ്ങളിൽ അന്തർലീനമായ ഈ സർഗശേഷി വളർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവരോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ അവർ ഭിന്നശേഷിക്കാരാണ് എന്ന് തോന്നലില്ലാത്ത വിധം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട കടമ നമ്മൾ ഓരോരുത്തരുമുണ്ട്. അതുകൊണ്ട് ഈ കലാമേളക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുന്നു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി ആക്ടിവിസ്റ്റ് റഷീദ് മമ്പാട് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സദക്കത്ത്, സ്ഥിരം സമിതി അധ്യക്ഷരായ V ഐഷമ്മ, TK റാബിയത്ത്, P സുനീർ, E സുനിൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി അൻസിയാലാൽ, അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ, NT സുരേന്ദ്രൻ, P സലീൽ, പ്രതീക്ഷ ബഡ്സ് സ്കൂൾ പ്രഥമാധ്യാപിക NK ബിഷിത, C ഹനീഫ, E സുഹിന, കരിമ്പിൽ അബു, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം ശിഹാബ് തങ്ങൾ സൗധം നിർമ്മാണ ധനസമാഹരണത്തിന്റെ ഭാഗമായി മെഗാ പായസ ചാലഞ്ച് സംഘടിപ്പിച്ചു. N ഷംസുദ്ദീൻ MLA ചാലഞ്ച് ഉദ്ഘാടനം ചെയ്തു. 5000 ലിറ്റർ പാലട പ്രഥമനാണ് തയ്യാറാക്കിയത്. 1000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ശിഹാബ് തങ്ങൾ സൗധം നിർമ്മിക്കുന്നത്. ഇതിലേക്കുള്ള ധനസമാഹരണാർത്ഥമാണ് ചൊവ്വാഴ്ച കോട്ടപ്പാടത്ത് മെഗാ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. N ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5000 ലിറ്റർ പായസമാണ് തയ്യാറാക്കിയത്. ഓർഡർ ചെയ്ത എല്ലാവർക്കും പായസം വീട്ടിലെത്തിച്ചു നൽകി. ഈ മാസം 28-ന് അലനല്ലൂർ മേഖലയിൽ ചലഞ്ച് നടക്കും. വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്ന് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. മണ്ണാർക്കാട് പള്ളിപ്പടിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കടമ്പൂർ യുവരശ്മി ക്ലബ്ബ് ആൻഡ് വായനശാലയുടെ 31ാം വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവരശ്മി ക്ലബിന്റെ 1 വർഷം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ സമാപനമാണ് ശനിയാഴ്ച നടക്കുന്നത്. കടമ്പൂർ LP സ്കൂളിൽ വൈകിട്ട് 6 നടക്കുന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉപഹാര വിതരണം നടത്തും. ഗായകൻ ഭവിൻ വിനോദിനെ ചടങ്ങിൽ ആദരിക്കും. 1993-ൽ തച്ചാട്ടുപറമ്പ് പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപവൽക്കരിച്ചതാണ് യുവരശ്മി ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരമടക്കം നടത്തിവരുന്നുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക ബഹുമതി, ജില്ലയിലെ ഏറ്റവും മികച്ച യൂത്ത് ക്ലബ്ബ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം നൃത്തനൃത്യങ്ങൾ, കോബ്ര രാജേഷ് നയിക്കുന്ന സ്റ്റേജ് ഷോ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂരിലുള്ള യുവരശ്മി ക്ലബ്ബ് ആൻഡ് വായനശാല അതിന്റെ 31ാം വാർഷികം വളരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ഈ ഡിസംബർ 28-ാം തീയതി. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാകായിക സാംസ്കാരിക പരിപാടികളുടെ ഒരു പരിസമാപ്തിയാണ് നമ്മൾ ഈ 31ാം വാർഷികം ആഘോഷിക്കുന്നത്. 31ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ സാറാണ്. അതേപോലെ തന്നെ ആ പരിപാടിയിൽ ക്ലബ് അംഗവും അതേപോലെ തന്നെ സ്റ്റാർ സിംഗർ, അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിൽ വളരെ നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഭവിൻ വിനോദ്, അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവരും സുപരിചിതമായ കോബ്ര രാജേഷ്, TV സീരിയൽ രംഗങ്ങളിൽ വളരെ സുപരിചിത കോബ്ര രാജേഷിന്റെ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ലബ് അംഗങ്ങളുടെ ഡാൻസ് പരിപാടികൾ, അങ്ങനെ വളരെ വിപുലമായ പരിപാടികളോടുകൂടി നമ്മുടെ ഈ ഡിസംബർ 28-ാം തീയതി ഈ പരിപാടി നമ്മുടെ 31ാം വാർഷികം ആഘോഷിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ
ക്ലബ്ബ് പ്രസിഡന്റ് എ സുധീർ, സെക്രട്ടറി എ ഹരിദാസ്, കെ സുജിത്ത്, എ അനീഷ് എന്നിവർ പങ്കെടുത്തു. SKSSF പാലക്കാട് ജില്ലാ ആദർശ സമ്മേളനം ഡിസംബർ 26 വൈകിട്ട് 4 മണിക്ക് കൊപ്പത്ത് നടക്കും. സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ കൊപ്പം സെന്ററിൽ പാണക്കാട് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നഗറിലാണ് 26 വൈകിട്ട് 4 SKSSF ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ആശയപരമായും ആദർശപരമായും പ്രവാചക കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും വികലമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന 3 മാസത്തെ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആദർശ സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമസ്ത ഉപാധ്യക്ഷൻ നെല്ലായ MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഇസ്മായിൽ മുസ്ലിയാർ, അബ്ദുസലാം ബാക്കവി, സെയ്ദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലേക്കിടി, സെയ്ദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് തുടങ്ങിയവരും മറ്റ് പോഷകഘടകങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. SKSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലകളിലും മേഖലകളിലും നടത്തിവരുന്ന സമ്മേളനം ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ നടത്തിവരുന്ന സമ്മേളനത്തിൽ SKSF പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തപ്പെടുന്ന ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ നടത്തപ്പെടുന്ന സമ്മേളനം ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തപ്പെടുകയാണ്. സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹത്തായ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. SKSF പാലക്കാട് ജില്ലയിൽ ഏകദേശം 350ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം പ്രവർത്തകർ വന്ന് 1000-ത്തോളം ആളുകൾ, 1000-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഈ വരുന്ന. PK സെയ്ദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട്, ഷിഹാബ് അൻവരി തോണിപ്പാടം, K മുഹിനുദ്ദീൻ ബാക്കവി, N ഹസീബ് ഫൈസി വല്ലപ്പുഴ, MK ഉമ്മർ ഫാറൂഖ് മൗലവി, VK സിദ്ദീഖ് റഹീമി, P മുഹമ്മദ് ഷാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത മദ്ദള വാദകൻ കലാമണ്ഡലം നാരായണൻ നമ്പീശൻ നിര്യാതനായി. കഥകളി ലോകത്ത് നമ്പീശൻകുട്ടി എന്നാണ് നാരായണൻ നമ്പീശൻ അറിയപ്പെട്ടിരുന്നത്. 83 വയസ്സായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ഗുരുവായൂരപ്പൻ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന് സമീപം മാണിക്യപുരം പുഷ്പകത്ത് നാരായണൻ നമ്പീശൻ്റെയും ദേവകി ബ്രാഹ്മണിയമ്മയുടെയും മകനായി 1941 ആഗസ്റ്റ് 12 കലാമണ്ഡലം നാരായണൻ നമ്പീശൻ ജനിച്ചത്. മേത്തൂർക്കോവിൽ വാര്യത്ത് ശൂലപാണി വാര്യറായിരുന്നു മദ്ദളത്തിൽ ആദ്യ ഗുരു. തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ അപ്പുകുട്ടി പൊതുവാളുടെ ശിഷ്യനായി. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കലാമണ്ഡലത്തിൽ തന്നെ അധ്യാപകനായി നിയമിതനായി. 36 വർഷത്തെ സേവനത്തിനു ശേഷം പ്രിൻസിപ്പളായാണ് വിരമിച്ചത്. തുടർന്ന് 74-ാം വയസ്സിൽ കലാമണ്ഡലം MA വിദ്യാർത്ഥികൾക്കു വേണ്ടി വിസിറ്റിംഗ് പ്രൊഫസറായി വീണ്ടും 4 വർഷം സേവനമനുഷ്ഠിച്ചു. ചൈന, ജപ്പാൻ, കൊറിയ, ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലും കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കൂടെയും അല്ലാതെയും നാരായണൻ നമ്പീശൻ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മേളപ്പദം, കഥകളി, മദ്ദളം, കേളി, പഞ്ചവാദ്യം തുടങ്ങിയവയിലെല്ലാം വൈദഗ്ധ്യനായിരുന്നു അദ്ദേഹം. മേളപ്പദം, കഥകളി, മദ്ദളം, കേളി, പഞ്ചവാദ്യം തുടങ്ങിയവയിലെല്ലാം വൈദഗ്ധ്യനായിരുന്ന അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഗുരുവായൂരപ്പൻ അവാർഡ് ഉൾപ്പെടെ 40ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിതകളും ശ്ലോകങ്ങളും രചിച്ച അദ്ദേഹത്തിൻ്റെ മുക്തക കമാലിക എന്ന കവിതാ സമാഹാരം 2021 പ്രകാശനം ചെയ്തു. മേലേടത്ത് ഗോവിന്ദനടികളുടെ ശിഷ്യത്വം സ്വീകരിച്ച ജ്യോതിഷത്തിലും ഇദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നിരവധി പേർ കലാമണ്ഡലം നാരായണൻ നമ്പീശന് അന്തിമോപചാരമർപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ നീലേശ്വരം ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നു. ഡിസംബർ 26 വ്യാഴാഴ്ച ഒരു പകൽ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൈനിറയെ കാറ്റാടിയും പിന്നെ നമ്മളും എന്ന ശീർഷകത്തിലാണ് പട്ടാമ്പി കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡിസംബർ 26 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1956 മുതൽ 2015 വരെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ച അധ്യാപകരും ഉൾപ്പെടെ 1000-ലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 9:30 പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം നിർവഹിക്കും. ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയാവും. തുടർന്ന് ആദരിക്കൽ, അധ്യാപകരുമായി ഒത്തുചേരൽ, വിവിധ ബാച്ചുകളുടെ ഒത്തുചേരൽ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന അനുമോദന സദസ്സിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയാവും. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി വന്ന ആകാശ് സി, കേരളോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ അർജുൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ബീന ചന്ദ്രന്റെ ഒറ്റ നാവൽ മരം എന്ന ഏകപാത്ര നാടകവും വിവിധ കലാപരിപാടികളും നാടൻപാട്ടും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടുമുണ്ട ഒരു പ്രദേശം എല്ലാം ഒത്തുചേരുകയാണ്. നമ്മളാക്കിയിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തെ വീണ്ടും നൊസ്റ്റാൾജിയയിൽ കൂടെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതിനൊരു നല്ല പശ്ചാത്തലം കൊടുമുണ്ട ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ 2024 ഡിസംബർ 26 നടക്കുന്ന ഈ മഹാസംഗമം ഒരു ആവേശമാണ്, ഒരു നാടിൻ്റെ ഉത്സവമാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. PTA പ്രസിഡന്റ് NM അനൂപ്, SMC ചെയർമാൻ AP ഷൗക്കത്ത് അലി, സ്കൂൾ HM VT ഗീത തങ്കം, PTA വൈസ് പ്രസിഡന്റ് M വരദ, ഷംസു കൊടുമുണ്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് AUP സ്കൂൾ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിൽ ലഭിച്ചത് 100 മേനി വിളവ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റഷീദ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തി നൽകിയ 30 സെന്റ് ഭൂമിയിലാണ് വിദ്യാർത്ഥികൾ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. കേരളപ്പിറവി ദിനത്തിലാണ് ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് AUP സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിറക്കിയത്. സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തി നൽകിയ 30 സെന്റ് ഭൂമിയിലാണ് വിവിധതരം പച്ചക്കറി കൃഷി ഇറക്കിയത്. 2 മാസത്തിനുള്ളിൽ മികച്ച പരിപാലനത്തിലൂടെ നല്ല രീതിയിലുള്ള വിളവ് തന്നെ ലഭിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി എസ്റ്റേറ്റ് AUP സ്കൂളിൽ വളരെ മാതൃകാപരമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു മാതൃക കാണിച്ചിട്ടുള്ള സ്കൂൾ തന്നെയാണ്. കുട്ടികൾക്ക് പോഷകാഹാരം, നല്ല പച്ചക്കറി, വിറ്റാമിനുള്ള വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൃഷി തോട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റു സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ മാതൃകാപരമായ ഈ പ്രവർത്തനം ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ PTA പ്രസിഡന്റ് യൂനസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M സുബൈദ, T ശ്രീദേവി, പ്രഥമാധ്യാപിക K റംലത്ത്, PTA ഭാരവാഹികളായ സൈനുദ്ദീൻ, ജലീൽ, സുരേഷ് ബാബു, അധ്യാപകരായ TH കരീം, അഖിൽ, റാഷിദ്, ജലീസ്, രേണുക, ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പെരിന്തൽമണ്ണ ഒടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദൗആ കോളേജിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ലിലെ യുവാക്കളുടെയും കാരണവന്മാരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി വിവിധ പ്രദേശങ്ങളിലേക്ക് 10,000-ലധികം ബിരിയാണി പാക്കറ്റുകളാണ് വിതരണം ചെയ്തത്. ഒടമല മഹൽ പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി മുദ്രിസ് ഷെരീഫ് ഫൈസി കാരക്കാടിന് ബിരിയാണി പാക്കറ്റ് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒടമല മഹലിലെയും പരിസര പ്രദേശങ്ങളിലെയും ജാതിമതഭേദമന്യേയുള്ള ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിൽ സഹകരിച്ചു. അതോടെ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി. നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ പ്രവർത്തനങ്ങളാണ്. എല്ലാ നാടുകളിൽ നിന്നുള്ള സഹകരണത്തോടു കൂടി, സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടു കൂടി വിപുലമായ രീതിയിൽ ഇവിടുത്തെ ഉസ്താദുമാരുടെയൊക്കെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ബിരിയാണി ചലഞ്ച് നടന്നത്. 10,000 കുടുംബങ്ങളിലേക്ക് ബിരിയാണി എത്തിക്കാൻ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയായി. അതിനുവേണ്ടി പരിശ്രമിച്ച
രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ, നമ്മുടെ ഈ സ്വാഗത സംഘം ഭാരവാഹികൾ, മഹല്ല് ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾ ഇനിയും കൂടുതലായി രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ക്രിസ്തുമസ് ആഘോഷത്തിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും വർണ്ണാഭമായ ക്രിസ്തുമസ് പരിപാടികൾ. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതിയിൽ ഭരണസമിതി പിരിച്ചുവിട്ട് നടപടി സ്വീകരിക്കാനും ബാങ്ക് ഏറ്റെടുക്കാനും നിർദ്ദേശം നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കരുതലും കൈത്താങ്ങും അദാലത്തിലാണ് മന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയത്. മണ്ണാർക്കാട് താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 393 പരാതികൾ. കുണ്ടൂർക്കുന്നിൽ കെട്ടിട നിർമ്മാണത്തിനിടെ 2ാം നിലയിൽ നിന്നും വീണ് പരിക്കേറ്റ തൊഴിലാളികളിൽ ഒരാൾ മരിച്ചു. ആറ്റുശ്ശേരി വടക്കേക്കര സ്വദേശി 47-കാരനായ മോഹൻദാസാണ് മരിച്ചത്. പരിക്കേറ്റ തൊഴിലാളിയും ഗുരുതരാവസ്ഥയിൽ. പെരിന്തൽമണ്ണ മാലാപ്പറമ്പിൽ 20 വർഷം മുമ്പ് നടന്ന സ്ത്രീയുടെ കൊലപാതകവും രവീന്ദ്രൻ എന്നയാളുടെ തിരോധാനവും CBI അന്വേഷിക്കണമെന്ന ആവശ്യം. ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സെക്രട്ടറി പത്തത്ത് അബ്ദു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അന്ന് സ്വീകരിച്ച പോലീസ് നടപടി സംശയാസ്പദമെന്നും പരാതി. ലോട്ടറി വിൽപ്പനക്കാർ സൂക്ഷിക്കുക. സമ്മാനാർഹമായ സീരീസ് നമ്പറിൽ വ്യാജമായ ടിക്കറ്റ് ഉണ്ടാക്കി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 5000 രൂപ കവർന്നു. സംഭവം കോട്ടോപ്പാടം 55-ാം മൈലിൽ. താഴേക്കോട്, പുത്തൂർ, ഓങ്ങോട് പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ. ക്വാറി ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ. പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ക്വാറിക്ക് മുന്നിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.